സംസ്ഥാനത്താകെ പാർട്ടി വിരുദ്ധ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സഹികെട്ടിരിക്കുകയാണ് സഖാക്കൾ. ചാനലുകൾ TP വധക്കേസിനെക്കുറിച്ച് വാർത്തകൾ നൽകുന്നു. എളമരം കരീമിന്റെ ഇടപാടിനെക്കുറിച്ച് വാർത്തകൾ നൽകുന്നു. ഇമാതിരി പാർട്ടി വിരുദ്ധ മാധ്യമങ്ങളെ എങ്ങനെ നേരിടും? എളമരം പറയുന്നത് ഇങ്ങനെ നേരിടാം എന്നാണ്. ജീവിത പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ സമ്മേളനം ജനങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ മുമ്പിൽ കുറെ മാധ്യമങ്ങൾ ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രസംഗങ്ങളും ഈ സമ്മേളനവും ജനങ്ങളെ കാണിക്കാനാണെന്ന്? ഒരു വാക്ക് പോലും കാണിക്കില്ല. ഈ ക്യാമറയുമായി നിൽക്കുന്ന ഈ പാവപ്പെട്ടവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൊരു ക്യാമറ UDF നേതാവായ MP വീരേന്ദ്രകുമാറിന്റെ കമ്പനിയുടെ വകയാണ്. മാതൃഭൂമി അത് അദ്ദേഹത്തിന്റെ കുടുംബസ്വത്താണ്. UDF-ൽ ഒരു സീറ്റ് കിട്ടും എന്ന് കരുതി കോൺഗ്രസിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും എല്ലാ ജനവിരുദ്ധ നയങ്ങളെയും വെള്ളപൂശലാണ് അവരുടെ ജോലി. വേറെ ഒന്ന് സാക്ഷാൽ മലയാള മനോരമയാണ്. അത് കോട്ടയത്തുകാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. മറ്റൊന്ന് ഏഷ്യാനെറ്റ് RSS-കാരനായ രാജീവ് ചന്ദ്രശേഖരന്റെ വകയാണ്. അപ്പോ പിന്നെ എങ്ങനെയുള്ള മാധ്യമങ്ങളാണ് ഇവിടെ വേണ്ടത്? അതിനും ഉദാഹരണങ്ങളുണ്ട്. ആർഎംപിക്കെതിരെ വെല്ലുവിളി. ഞങ്ങളുടെ ഒരു അഭിമാനം എന്താണെന്നറിയും? ഉപയോഗിച്ചപ്പോൾ ദേശാഭിമാനി പത്രം എഴുതിക്കൊണ്ടിരുന്നത് ഒഞ്ചിയത്തെ കുറച്ച് കള്ളുകൂടിയന്മാരുടെ ഒരു ഏർപ്പാടാണ്, ഇവർ സാമൂഹ്യ വിരുദ്ധ സംഘമാണ് എന്നൊക്കെയാണ്. ആർഎംപി ഒഞ്ചിയം ഏരിയ എന്ന് വളർന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയപ്പോൾ അവർ അതിന്റെ സ്വഭാവം മാറ്റി. സാമൂഹ്യ വിരുദ്ധ സംഘം എന്നുള്ള മാറ്റിയിട്ട് പാർട്ടി വിരുദ്ധർന്നാക്കി. ഒരു കൂട്ടം പാർട്ടി വിരുദ്ധർന്നാക്കി. ഇപ്പോഴോ ഇപ്പൊ ആർഎംപി എന്ന് തന്നെ അവർ 1-ാം പേജിൽ അച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾ സമരം നടത്തുന്നതിന് തലേ ദിവസം ആർഎംപിയുടെ സമരം ഇന്ന് അവസാനിക്കും, രമയുടെ നാടകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത. ഞങ്ങൾ അന്ന് സമരം നടത്തിയില്ല. അന്നൊരു എഡിറ്റോറിയൽ ഉണ്ട് നമുക്കെതിരായിട്ട്, രമയ്ക്കെതിരായിട്ട്, ആർഎംപിക്കെതിരായിട്ട് ഒരു എഡിറ്റോറിയൽ. രമ നിരാഹാരം കിടക്കുന്നതിലെ ബേജാറ് രമയുടെ പാർട്ടിക്കാർക്കല്ല, പിണറായി വിജയനും P ജയരാജനാണ് അവരുടെ ബേജാറ്. എന്തിനാ അവർക്ക് ബേജാറ്? അപ്പൊ ഈ ചർച്ച നടക്കുന്നുള്ള വിവരം കിട്ടിയപ്പോഴേ കൈരളിക്കാരും ചർച്ച തുടങ്ങി. അവിടെ വാസുദേന്ദ്രനെ വിളിച്ച് ചർച്ച നടത്തുകയാണ്. വാസുദേന്ദ്രൻ പറഞ്ഞു ഇത് കള്ളത്തരാണ്, UDF സ്പോൺസർ ചെയ്ത നാടകമാണ്, തട്ടിപ്പാണ്, അവര് ഇതാ സമരം നിർത്തി പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച തകർക്കുമ്പോ വേറൊരു വാർത്ത വന്നു. ആർഎംപിയുടെ നേതാക്കൾ സമരം തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഒച്ചയാണ് കേട്ടത്, വാസുദേന്ദ്രറാവ് തല ഇറങ്ങി താഴേക്ക് വീണു. ചർച്ച നടന്നില്ല. പിന്നെ കൈരളി അതോടെ ആ പണി നിർത്തി. ദേശാഭിമാനി ഇത് എഴുതി, പക്ഷെ അന്നും സമരം നിന്നില്ല. പിറ്റേ ദിവസം ദേശാഭിമാനി മോപ്രസംഗം എഴുതി, അന്ന് സമരം നിന്നു. സമരം നിന്നപ്പോ കൃത്യമായിട്ട് ഒരൊറ്റ ഡിമാൻഡാണ് ഞങ്ങൾ വെച്ചുള്ളത്, CBI അന്വേഷണമാണ്. ആ ഡിമാൻഡ് മന്ത്രിസഭ ചർച്ച ചെയ്തിട്ട് മുഖ്യമന്ത്രി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ സമരം നിർത്തി, മാന്യമായിട്ട് സമരം നിർത്തി പോന്നു. മറ്റു പലരും നിർത്തി പോകുന്ന പോലെയല്ല. തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ 1 ലക്ഷം പേര് വന്നിട്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ മൂക്ക് മുറിക്കുന്നു പറഞ്ഞ് വന്ന ആൾക്കാരുണ്ടല്ലോ, അവർ സമരം നിർത്തി പോയത് എങ്ങനെയാ? അവർ സമരം നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പലരും നാട്ടിലേക്ക് വന്നത്. കന്യാകുമാരിക്കൊക്കെ പോയ ആൾക്കാരുണ്ട്. ചിലർ ഹരിദ്വാറിലേക്ക് പോയി, ചിലർ കാശ്മീരിലേക്ക് പോയി. നാട്ടിൽ വരാൻ വയ്യ, അത്ര മാനം കെട്ടിട്ടാണ് പോകുന്നത്. പോകുമ്പോൾ അവർക്കൊക്കെ വലിയ യാത്രയപ്പോൾ രക്തസാക്ഷികളാവാൻ വേണ്ടി വിട്ടതാണ് അവരെ. തിരിച്ചു പോകണം എന്ന് പാർട്ടി പറയാതെ കക്കൂസ് ഉണ്ടാക്കിയിട്ടില്ല. അടുക്കള കെട്ടാൻ അറിയാം, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, തീറ്റ കൊടുക്കാൻ അറിയാം, പക്ഷെ കക്കൂസ് കെട്ടാൻ അറിയാത്ത ഒരു പാർട്ടിയിലാണ് ഇവർ ചേർത്തത്. കക്കൂസിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ആ പാർട്ടിയെ പിണറായി വിജയൻ എത്തിച്ചിട്ടുള്ളത്. മാധ്യമധർമ്മങ്ങൾ മറന്നുപോകുന്നവർ ഇനി ഇങ്ങനെ അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എളമരം സഖാവ് പറയുന്ന രീതിയിൽ ഒരു മാധ്യമ സംസ്കാരം ഉടൻ ഇവിടെ ഉയർക്കണം. അത്തരം ഒരു വിപ്ലവകാലം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.